ബിഗ് ബോസ് വീട്ടിൽ ജയിൽ നോമിനേഷനെ തുടർന്ന് വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജാസ്മിനും നോറയും അതുപോലെ തന്നെ അൻസിബിയൊക്കെ തമ്മിൽ. അപ്പോൾ അവിടെ സോഫയിൽ ഒരാൾ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഡോയാണ്. ഞാൻ ഇവിടെ ഇത്രമാത്രം ആക്റ്റീവായി നിന്നിട്ടും ഇത്രമാത്രം ഗെയിം കളിച്ചിട്ടും എന്നെ എന്തിനിവർ ജയിലിലേക്ക് വിട്ടു, ഈ കാരണം പറഞ്ഞിട്ട് എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ ആക്റ്റീവ് അല്ലാത്ത ഗെയിം കളിക്കാത്ത ഒരാളെ ജയിലിലേക്ക് വിടാനായിരുന്നു. പക്ഷേ പവർ ടീം സെലക്ട് ചെയ്ത് ജിൻഡോയായിരുന്നു. ജിൻഡോ എന്താണ് ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോയെ സെലക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഗബ്രി ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തില്ലേ, ശരണ്യ ഫിസിക്കലായി അറ്റാക്ക് ചെയ്തില്ലേ? അപ്പോൾ ഇതൊന്നും ഫിസിക്കലല്ലേ? അപ്പോൾ ജിൻഡോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർട്ടി ഡാമേജ് ആണെങ്കിൽ ഗബ്രിയും ഇല്ലേ ഇതിനകത്ത്, ശരണ്യം ഇല്ലേ? ഒരു പിടിച്ചു വെച്ചപ്പോഴല്ലേ ജിൻഡോ വീണത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമാണ്, ജിൻഡോയ്ക്കെതിരെ തിരിയുക, എന്തും ജിൻഡോയുടെ മേലിടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിന്നെ അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത് ആരാണെന്നും ഏറ്റവും കൂടുതൽ നന്നായി ആക്റ്റീവായി നിൽക്കുന്ന ആരാണെന്നും പ്രേക്ഷകർക്കറിയാം. പിന്നെ അവിടെ അവരടക്കിടന്ന പവർ ടീമിൽ 4-5 ആൾക്കാർ പറഞ്ഞ് ഗ്രൂപ്പിസം കാണിച്ചാലൊന്നും പ്രേക്ഷകരിലേക്ക് എത്തില്ല. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ജിൻഡോയാണ് എന്ന കാര്യത്തിൽ എന്താ സംശയം? ജിൻഡോയും കൂടി അവിടുന്ന് പോയുള്ള ഷോയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അവിടെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല പ്ലാനോട് ഗെയിം ചെയ്യുന്ന ജിൻഡോയാണ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന കുറേ വാഴകളല്ല. അവിടെ എത്ര വാഴകളുണ്ട് വെറുതെ ഇരിക്കുന്നത്? ഷോ ഒന്ന് കാണാൻ തോന്നുന്നൊക്കെ ഇപ്പോൾ ജിൻഡയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ, അല്ലാന്ന് എതിരഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് സേഫ് ആവാൻ വേണ്ടി.